തെരഞ്ഞെടുപ്പ് ചൂട്, അതായത് നമ്മുടെ കാലാവസ്ഥ പോലെ തന്നെയാണ്. കാലാവസ്ഥയിൽ ഉള്ള ചൂട് കൂടുന്നതനുസരിച്ച് തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടും ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ ഏതായാലും നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനാണ്. തിരുവനന്തപുരത്തിൻ്റെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രവിയേട്ടൻ എന്നാണ് പന്ന്യൻ രവീന്ദ്രനെ അറിയപ്പെടുന്നത്. ഏതായാലും രവിയേട്ടൻ രാവിലെ പതിവ് ദിനചര്യയാണ്. അദ്ദേഹം ഇവിടെ ജോയിൻറ്റ് കൗൺസിൽ ഹാളിലാണ് താമസിക്കുന്നത്. ജോയിൻറ്റ് കൗൺസിൽ ഹാളിന് തൊട്ടടുത്തുള്ള ഈ ചായക്കടയിൽ പതിവ് രാവിലെ ഒരു ചായ കുടി അത് അദ്ദേഹത്തിൻ്റെ ഒരു പതിവാണ്. ഏതായാലും രാവിലെ അദ്ദേഹത്തെ കണ്ടതിലുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. ഏത് രീതിയിലാണ് രവിയേട്ട ഈ പ്രചരണമൊക്കെ? പ്രത്യേകിച്ചും വലിയ ചൂടൊക്കെയാണ്, പക്ഷേ അതിനെപ്പോലും അതിജീവിക്കുന്ന തരത്തിലുള്ള ആവേശമാണ് പ്രചരണത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. നല്ല ചൂടാണ് താങ്കൾ പറഞ്ഞ പോലെ. പക്ഷേ ആ ചൂട് നമ്മുടെ മനസ്സിനകത്ത് ആ ചൂടേക്കില്ല. കാരണം നമ്മളൊക്കെ ഒരു പ്രധാനപ്പെട്ട പരിപാടി നമ്മൾ പങ്കെടുത്തിരിക്കുക. ഇതൊരു കർമ്മമാണ്. ആ കർമ്മം നമ്മൾ കർമ്മരംഗത്തേക്ക് പോകുമ്പോൾ നമ്മളെ മനസ്സിനകത്ത് നമുക്ക് മുമ്പേ നടന്നവരെ കാണും. ഇന്നലെ രാവിലെ ഇത് ആരംഭിക്കുന്നത് സഖാവ് AKGയുടെ ഓർമ്മ പുതുക്കിയാണ്. AKGൻ്റെ മനസ്സിനകത്ത് ഒരിക്കലും മായാത്തൊരു മഹാപ്രതിഭയാണ്. എൻ്റെ കൊച്ചുനാളിൽ എൻ്റെ അമ്മ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയതാണ്. അന്നെനിക്ക് നല്ല പിടിയില്ല AKGയെക്കുറിച്ച്. പക്ഷെ അമ്മ എൻ്റെ കയ്യിലൊരു മാല തന്നിട്ട് AKGക്ക് ഇടാൻ കൊടുത്തു. അത് 3 വയസ്സിലാണ്. AKG എൻ്റെ കവിളിൽ നുള്ളി എന്നാണ് അമ്മ പറയുന്നത്. അമ്മ പറഞ്ഞിരിക്കുന്ന ആ ഓർമ്മ അമ്മ എന്നും ഓർമ്മിപ്പിക്കും. നീ AKGക്ക് മാറിയിട്ടാണ്. അപ്പോൾ AKG എന്ന് പറയുന്ന മഹാപ്രതിഭ അമ്മയുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അമ്മയെ മാത്രമല്ല, ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ മനസ്സിനെ സ്വാധീനിച്ച AKGയുടെ ദിനമായിരുന്നു ഇന്നലെ. അവിടെ നിന്നാണ് തുടങ്ങി ഞങ്ങൾ സഖാവ് VSൻ്റെ വീട്ടിൽ വന്നു. VS കേരളത്തിലെ വിപ്ലവകാരികൾക്ക്, ഏത് തലമുറയിൽപ്പെട്ട ആളുകൾക്കും VS ഒരു മഹാപ്രതിഭയാണ്, ഒരു പോരാളിയാണ്. സ്വന്തം ജീവിതം പ്രസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു വിപ്ലവകാരിയാണ്. ആ VSൻ്റെ വീട്ടിൽ ചെന്ന് VSൻ്റെ ഭാര്യയെയും മകനെയും കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച്, VSനോട് നമ്മൾ നേരിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ അവരോട് സംസാരിച്ചു. VS രാവിലെ ഫിസിയോതെറാപ്പിയും ഏർപ്പാടുമായിട്ട് നിൽക്കുക. അങ്ങനെ രണ്ടാമത്തെ പരിപാടി VSന് അവിടെയായിരുന്നു. മൂന്നാമത് സഖാവ് CK ചന്ദ്രപ്പൻ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തൊരു പേരാണ് ചന്ദ്രപ്പൻ ഇടക്കാലത്ത് കേരളത്തിലെ CPI സെക്രട്ടറി ആയിരുന്നു. ചന്ദ്രപ്പൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. നമ്മുടെ എല്ലാം മനസ്സിനകത്ത് ഒരു പാട് ചന്ദ്രപ്പൻ്റെതാണ്. ഈ 3 കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ യാത്ര പിന്നെ പോയത്, ഇന്നലത്തെ പരിപാടിയിൽ ഏറ്റവും അധികം എന്നെ ആവേശം കൊള്ളിച്ചത് വിദ്യാർത്ഥികൾ കാണിച്ചിരിക്കുന്ന താല്പര്യമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾ, താങ്കളെപ്പോലുള്ള പെൺകുട്ടികൾ എന്തൊരു വീറാണ്. അവിടെ ചെല്ലുമ്പോൾ മുദ്രാവാക്യം വിളിച്ചിട്ട് അവരെ SFIയുടെ കൊടിയും പിടിച്ച് അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വന്നപ്പം എൻ്റെ മനസ്സിനകത്തൊരു പഴയ ഓർമ്മകൾ ഓളം വരികയായിരുന്നു. കാരണം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം നമുക്ക് കേരളത്തിലെല്ലാം എന്തൊക്കെ മാറ്റത്തിന് വേണ്ടി പോരാടിയതാണ്. ആ കുട്ടികളാണ് എന്നെ ആവേശം കൊള്ളിച്ചത്. അപ്പോഴേ ഈ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പുറത്തെ വലിയ ചൂടും ആ ചൂടിൻ്റെ കാഠിന്യമൊന്നും എൻ്റെ മനസ്സിലേറ്റില്ല. കാരണം വിദ്യാർത്ഥികളെന്ന് പറയുന്നത് നമ്മുടെ ഭാവി തലമുറയാണ്. അവർക്ക് ഭാവിയെക്കുറിച്ച് നല്ല പ്രതീക്ഷയുണ്ട്. അവർ പഠിക്കുന്നതിപ്പോൾ പഴയ കാലത്തെ പോലെയല്ല. ഒരുപാട് പഠിക്കാൻ വേണ്ടി അവർക്ക് കഴിയുന്നുണ്ട്. അത്ര നല്ല ചിന്ത അവരുടെ മനസ്സിനകത്തുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ കണ്ടപ്പോൾ ആ കുട്ടികൾ നൽകിയ സ്വീകരണം, ആ സ്വീകരണത്തിൻ്റെ ഒരു വലിപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വീകരണം കിട്ടിയിരുന്നു. പക്ഷേ ആ സ്വീകരണത്തിൽ നിന്നും ഏറ്റവും ആവേശകരമായി എനിക്ക് തോന്നിയത് ഈ സ്വീകരണങ്ങളാണ്. അത് വനിതാ പോളിടെക്നിക് ആയാലും, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്ത് അവയൊക്കെ അവിടെയൊക്കെ കുട്ടികൾ കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയില്ലേ. സാധാരണ നമ്മളൊരു കുട്ടികളുടെ പരിപാടിയിൽ പോയാൽ ചിലപ്പം കുട്ടികൾ നിസ്സംഗരായി ഇങ്ങനെ കേട്ട് നിൽക്കായിരിക്കും. അവർ ആക്ട് ചെയ്യുകയാണ്. അവർക്ക് ഈ കാര്യത്തിലുള്ള താല്പര്യമുണ്ട്. അവർ രാജ്യത്തെ കാണുന്നു, രാജ്യത്തെ ജനങ്ങളെ കാണുന്നു, നാളെയെ കാണുന്നു. നാളെ നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന
ഏറ്റവും വിഷമം പിടിച്ച നാടുകളെ അവർ കാണുന്നു. ഇന്ന് ഇന്ത്യയുടെ പല ഭാഗത്ത് നടക്കുന്ന സംഭവങ്ങൾ അവരെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു, കൊത്തി നോവിക്കുന്നു. അത് വിദ്യാർത്ഥികളുടെ ഓരോ വാക്കുകളിലും അത് ഉറപ്പാണ്. അവർ ഞങ്ങളെ കൂടെ വന്ന് ഞങ്ങളെ കൂടെ വരികയും ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഞങ്ങളെ സ്വീകരിച്ചു കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരിക. അതൊരു ആവേശകരമായൊരു ചടങ്ങായിരുന്നു എനിക്ക്. ഇന്നലെ അതുപോലെ ഒരു 4-5 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോയി. ആ സ്ഥാപനങ്ങളിലൊന്നും മുന്നറിയിപ്പില്ലാതെ പോയതാണ്. പക്ഷെ ചെന്നപ്പോൾ അവർ അത്രമാത്രം സഹകരിച്ചു. അപ്പോൾ അതിന് പുറമെ നമ്മൾ ആരാധനാലയങ്ങളിൽ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. രാവിലെ അവിടെ പൊങ്കാലയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ചടങ്ങുകളൊക്കെ കണ്ട് അത് കഴിഞ്ഞ് പിന്നെ പോകുമ്പോൾ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ മുസ്ലിം പള്ളികളിൽ പോയി, മോസ്ക്, അതിന് പുറമെ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി. എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോഴും മനുഷ്യർ എന്ന വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകളും വലിപ്പ ചെറുപ്പമില്ലാതെ അവരൊക്കെ കാണിക്കുന്ന സ്നേഹം എന്നെ മാത്രം കണ്ടുകൊണ്ടല്ല, പ്രസ്ഥാനത്തോടുള്ള സ്നേഹമാണ്. ഇന്ത്യയിലെ സാഹചര്യങ്ങൾ ശരിക്കും മനസ്സിലായിക്കൊണ്ട് ആ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് പോരാടണമെന്നൊരു മാനസികാവസ്ഥ അവരെ മനസ്സിലുണ്ട്.